ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് വെച്ചാൽ ഈ റബ്ബർ ഷീറ്റ് കണ്ടില്ലേ, ഇത് പുകയത്തിട്ടിട്ട് നല്ല പുക പിടിച്ചിട്ട് നല്ല ഷീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടാണ്. മേലിട്ടിട്ട് അടിയിൽ പുകയിടണം. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണൂല, ഞാൻ വയ്യ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഇപ്പോൾ തൽക്കാലം ഇത് ഷീറ്റ് കാണുന്നുണ്ടല്ലോ, അത്രേ കാണുള്ളൂ. അത് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇതാ നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് മുകളിലോട്ട് പൊന്തിക്കണം. ഓരോന്നോരോന്നായിട്ട് ഇവിടുന്ന് എടുക്കുക. മേലെ ഇങ്ങനത്തെ ഒരു കമ്പി ഉണ്ട്, വെടി കണ്ട കമ്പി കണ്ട, ഈ കമ്പീൻ്റെ അകത്താണ് ഇടുക. ഇതിൻ്റെ മേലെ കമ്പീൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇല്ലേ ഇല്ല ഇതേ ഇതാ, ഇതിങ്ങനെ എടുക്കുക. ഓരോന്നായിട്ട് എടുക്കുക. ഇതിങ്ങനെ ഇതിൻ്റെ മേലെ എടുത്തിട്ടിടുക. ഞാനത് കാണിച്ചു തരേ. ഇതിങ്ങനെ എടുത്തിടുക. ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടിട്ടിട്ട് ഈ പുകയത്തിട്ടിട്ട് പോയാൽ ഇപ്പോൾ നമ്മൾ കിട്ടുന്നതിനെക്കാളും കൂടുതൽ 4 ഷീറ്റായിട്ട് കിട്ടും. മറ്റാകുമ്പോൾ ലോട്ടായിട്ടേ കിട്ടുമല്ലോ. അതിന് വേണ്ടിയാണ് ഇത്തിരി കഷ്ടപ്പെടുന്നത്. ഇതിനിപ്പം ദിവസം 3-4 ദിവസം തീയിടണം. ഈ പുകയിടണം. പുകയിട്ടിട്ട് വേണം, പുക കുടിപ്പിച്ചിട്ടാകുമ്പോൾ കൊടുക്കാമല്ലോ. അന്നേരം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് പൈസ ജാസ്തി കിട്ടും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഞാൻ ഇട്ടത് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഇത് കണ്ട, ഇത് കണ്ട, അതിൻ്റെ മേലെ കണ്ട, കണ്ട ഇട്ടത് കണ്ട. ഇത് കണ്ട, കണ്ട ഇട്ടിട്ട് കണ്ട, ഇതുപോലെയാണ് ഇടുക. കണ്ട, ഇത് കണ്ടില്ലേ, ഇതേപോലെ എല്ലാം ഇട്ടിട്ട് അവിടെ വെക്കുക. ഇതിപ്പോൾ ഒക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, അതേപോലെ ഇട്ടിട്ട് ഈ ഷീറ്റ്, ഇതുണ്ടല്ലോ ഷീറ്റ്, ഈ ഷീറ്റ് ഇങ്ങനെ മുകളിലോട്ട് ഇട്ടിട്ട് അവിടെ വെക്കണം. ഇട്ടിട്ട് അവിടെ വെക്കുക. അത് കണ്ടില്ലേ, ഇതാണ് ഷീറ്റ്. ഇത് കണ്ട, ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. കമ്പീൻ്റെ മേലെ വെച്ചിട്ടാകുമ്പോൾ ഇതിങ്ങനെ ഓരോന്നും എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഓരോന്നും എടുത്തിട്ട് ആറിയിടും. ആറിയിട്ടിട്ട് നമ്മൾ അടുപ്പിച്ച് വെക്കുക. ഇപ്പം ഇങ്ങനെ 3 എണ്ണം ഇടാൻ കഴിയുക. ഒരു കൊള്ളീൻ്റെ മേലെ 3 എണ്ണം ഇടാൻ കഴിയും. എന്നിട്ട് ഇതിങ്ങനെ ഇടുക. കണ്ടില്ലേ, ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ അടിയിലാണ് പുകയിട്ട് കൊടുക്കുക. അതിപ്പോൾ ഞാൻ പുകയിടുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ പണിയെടുക്കുന്നത്. കയ്യിലെങ്കിലും ഞാൻ അങ്ങനെ എല്ലാവരും പോവും, കയ്യിലെങ്കിലും കയ്യാലും ആടെ അങ്ങനെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആവില്ലെങ്കിലും അങ്ങനെയല്ലോ കൂടി ഒപ്പിക്കും. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല കറുത്ത, നല്ല പുക പിടിച്ചിട്ട് നല്ല കാണാൻ നല്ല രസം ഉണ്ടാവുകയും ചെയ്യും. കറി ഇട്ടു. അപ്പോൾ ഈ ഇതുപോലെ ഉണ്ടാവും കറുപ്പ്. ഇത് കണ്ട, ഇവിടെ കണ്ടില്ലേ, അതേപോലത്തെ കറുപ്പായിരിക്കും. നല്ലോണം കറുപ്പ് വരും. ഇതാണ് 4 ഷീറ്റ് ആവുക. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇട്ടിട്ട് ഇനിയിപ്പം എന്താ വേണ്ടത്, ഇനിയിപ്പോൾ നമുക്ക് പുകയിടണം. ഞാൻ പുകയിട്ട് ആ ചേരി ഇട്ട് വന്നിട്ട് ആ ചേരി എടുത്തിട്ട്, ചേരിയാണ്, എന്നിട്ട് ഈ മരപ്പൊടി ഉണ്ടായിരുന്നു, അറക്കപ്പൊടി അതില്ല ഇപ്പം. അതുകൊണ്ട് ചേരി എടുത്തിട്ട് ഇടുക. ഇതേപോലെ ചകരി ഇതെടുത്തിട്ടിടുക. ഇങ്ങനെ എടുത്തിട്ടിട്ട് അതിൻ്റെ അടിയിൽ കത്തിച്ചിട്ടാകുമ്പോൾ
പുകയാക്കുക. എന്നിട്ടാകുമ്പോൾ ഇത് അടച്ചോളൂ. ഇത് കണ്ടില്ലേ, ഇതാ ഇതിൽ വെച്ചിട്ടിടുക. മേലെ അടിയിൽ ഉണങ്ങിയിട്ടാലും മേലെ പച്ചച്ചേരി ഇടണം, എന്നാലേ പുകഞ്ഞു വരും, അല്ലെങ്കിൽ അത് കത്തിപ്പോവും. അതുകൊണ്ട് അടിയിൽ നല്ല ഉണങ്ങിയതിടുക, എന്നാലേ തീ പിടിക്കൂല. തീ പിടിച്ചിട്ടാകുമ്പോൾ മേലെ പച്ചച്ചേരി ഇട്ട് വെക്കുക. എന്താ ഇങ്ങനെ എടുത്ത് വെക്കുക. അരക്കപ്പൊടി ഉണ്ടെങ്കിൽ ചേരി അടിയിലിട്ടിട്ട് അതിൻ്റെ മേലെ നമുക്ക് അരക്കപ്പൊടി ഇട്ടാൽ മതി. ഇതിപ്പോൾ പച്ചച്ചേരി ആയിരുന്നു ഉച്ചപാടുള്ള. തീ വെക്കാം ഇനി. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് കത്തിക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ കത്തിക്കുക. ആ ചേരി ഇട്ടിട്ടുണ്ടാ, ആ ചേരി ഉണ്ട അതിൻ്റെ നടുക്ക് കത്തിക്കുക. ഇതണ്ടേ കാണിച്ചു തരാമല്ലോ. ഇതിങ്ങനെ ഇട്ടിട്ട് പുകയിട്ടാൽ നല്ല നല്ല കരിമഷി പോലെ വരും ഷീറ്റ്. ഇത് ഇന്നൊന്നും ഒരു ദിവസം ഇട്ടാൽ പോരാ, 3-5-6 ദിവസം ഇടണം. നല്ലോണം പുകയുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ടാവും. പക്ഷേ അങ്ങനെ പുകയിടില്ല, ഒരിക്കൽ ഇടലില്ല. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഉണക്കിയെടുക്കാം. പക്ഷേ നല്ലോണം പുകയുടെ ചേരിയിടും വേണം, അതില്ല. ഇത് കണ്ടില്ലേ, ഇതാ കണ്ടാ ഇട്ടിട്ട് കണ്ടാ, അതാ കണ്ടില്ലേ, അങ്ങനെയാന്ന് ഇട്ടില്ല കണ്ടാ. ഷീറ്റ് ഇട്ടിട്ട് കണ്ടാ, ഷീറ്റ് ഇട്ടിട്ടുണ്ടില്ലേ. ഇതാണ്. ഇനിയിപ്പോൾ ആ പുക അങ്ങ് പോവും. അതങ്ങ് കയറിയിട്ടാകുമ്പോൾ അതങ്ങ് എടുത്തിട്ടിടും. ആ പുക കണ്ടില്ലേ, ഈ പിന്നെ ഇപ്പം ഇത്രയേ ഉള്ളൂ. ഈ പുക ഇങ്ങനെ കയറി അതിന് മുകളിലേക്ക് കയറിക്കോളും. കണ്ടില്ലേ, ഇതിങ്ങനെ പോയി പൊട്ടിക്കുക. ഇങ്ങനെ ആക്കിയാൽ ഈ പുക കത്തിത്തീരുന്ന വരെ പുകയുണ്ടാവും. ആ പുക അന്നേരം നമ്മൾ ഈ വാതിലും അടച്ചേക്കുക. ഈ വാതിലും അടച്ചിട്ട് നമ്മൾ ആ വാതിലിങ്ങോട്ടേക്ക് അടക്കുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെ അടക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുക. ഇതാണ് എൻ്റെ പുകയിടുന്നത്. കണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ, കണ്ടാ. ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് എപ്പോഴും വേണം. നിങ്ങളെല്ലാവരും സഹായം ഇല്ലുകൊണ്ട് മാത്രമേ ഞാനിപ്പോൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.